പള്ളിക്കൽ സ്കൂൾ ഗ്രൗണ്ടിലെ വണ്ടി റേസിംഗ് നടത്തിയ ആൾക്കാരാണ് നിൽക്കണേ. ഈ ഒരു പോലീസുകാരെ എല്ലാവർക്കും കൂടിക്കണ്ടേ ഇത്രത്തോളം പിടിച്ചു വലിച്ചുകണ്ടേ ആണ് കൊണ്ടുപോകുന്നത്. ഇത്രക്കൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ മാത്രം ഉണ്ടോ എന്ന് ഇവിടെ ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ ഞാനിവിടെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഒരു തെറ്റേക്കാണ് ഇപ്പോൾ തോന്നിയിരുന്നില്ല. ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ പ്രസവിച്ച സ്വന്തം കുട്ടീനെ എന്ത് ചെയ്യണേ റോഡ് സൈഡിൽ ഇട്ട് കണ്ട് പോകുന്നേ, ഞാൻ കാമുകന്റെ കൂട്ടത്തിലൂടെ ചേർന്ന് കണ്ട് സ്വന്തം കുട്ടീനെ എന്ത് ചെയ്യണേ കൊന്നുവിടെ കളയുന്നേ. എത്രയോ ആൾക്കാരെ ചെറിയ പെൺമക്കൾ ഇവിടെ പീഡിപ്പിച്ച് കാണാൻ ഇവിടെ കൊന്നുവിടെ കളയുന്നത്. ഇതേമാതിരിയുള്ള എത്രയോ കൊലക്കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഇവരിട്ട് കാണും കൊമ്പര് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് തലയിൽ മറ്റേ മുഖമുടിയൊക്കെ ഇട്ടിട്ട്. കാരണം ഒരാൾ പുറത്തേക്ക് കാണാൻ പാടില്ല. കാരണം അവരൊക്കെ ഭയങ്കര നീതിയുള്ള ആൾക്കാരാണ്. ഒരൊക്കെ മാന്യ മര്യാദയ്ക്ക് മേത്ത് തൊടാതെ തല്ലാതെ കുത്താതെ എന്തായാലും ഡീസലി ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കോറിൽ പോലും മറ്റങ്ങളെ ഏൽപ്പിക്കാതാണ് ഇവരിവിടെ കൊണ്ടുപോകുന്നത്. എങ്കിൽ അങ്ങനെയുള്ള തെറ്റുകൾ ഒന്നും തന്നെ ചെയ്യാതെ വണ്ടി റേസിംഗ് നടത്തിയിട്ടുള്ള വണ്ടി വിരാന്തന്മാരായിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണേ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സംഭവം കുറ്റം ചെയ്തിട്ടുള്ള കുറ്റവാളികളാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങൾ കൈയടിച്ച് ചെയ്യും. എന്തിന്? നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തി. കാരണം അവർ ചെയ്തതിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടുന്ന് സംഭവം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ പൊന്നുപോലെ അതോ സ്വർണ്ണക്കട്ട പോലെയാണ് ഇവരിവിടെ കൊണ്ടുപോകാൻ നടക്കുന്നത്. നമ്മളിവിടെ കാണുന്നതല്ലേ. ഇതിനൊക്കെ എന്ത് തെറ്റാണുള്ളത്? വണ്ടി റേസിംഗ് നടത്തിയാണോ ഇക്കൊല്ലത്തിൽ ഇവിടെ ഇതാക്കുന്നത്? അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹമാണ്. ആ ജീവിതമാകും ഒന്നുള്ളൂ. ആ ഒന്നുള്ള ജീവിതത്തിൽ ഓരോ മനുഷ്യന്മാർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും. അതിനൊക്കെ ഇതേമാതിരി ഇവിടെ വന്ന് കണ്ട് വിലം കെട്ട് കണ്ട് അവരുടെ ആ സ്വപ്നത്തൊക്കെ അടിച്ചമർത്താന്ന് ഇവിടെ പറയുമ്പോൾ ജീവിതത്തിൽ സന്തോഷിക്കണ്ടേ. കുറ്റം ചെയ്ത കുറ്റവാളികളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം.